കുറച്ച് വർഷങ്ങളായി പ്രത്യേകിച്ചും കോവിഡിന് ശേഷം നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ പാറ്റേണിൽ, പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ പാറ്റേണിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കണക്കെടുത്ത് നോക്കിയാൽ, ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഒരു കണക്ക് പറയാം. ഇപ്പോൾ കേരളത്തിലെ ഒരു മരുന്നുപയോഗം ഈ 2025 15,000 കോടി രൂപ എന്നാണ്. ശരിക്കും കേരളത്തിൽ ജനസംഖ്യ ഒരു 13-14 സ്ഥാനത്താണ് കേരളത്തിൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ കേരളത്തിലെ മരുന്നുപയോഗത്തിൽ നമ്മൾ 5ാമത്തെ സ്ഥാനമാണ് നമുക്കുള്ളത്. പക്ഷേ കേരളത്തിലെ ജനസംഖ്യ ഏകദേശം 3.5 കോടിക്കടുത്താണ് വരുന്നത്. പക്ഷേ ആളോഹരി ഉപയോഗം നോക്കുമ്പോൾ അത് 4,000 മുതൽ 5,000 രൂപ വരെയാണ് പ്രതിശീർഷ മരുന്നുപയോഗത്തിൻ്റെ റേറ്റ്. പക്ഷേ 27 കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം 22,000 കോടി രൂപയുടെ മരുന്ന് വിൽപ്പന മാത്രമേ നടക്കുന്നുള്ളൂ. അതായത് ഒരാൾക്ക് 1,000 രൂപയിൽ താഴെ. കേരളത്തിലെ പല സ്റ്റേറ്റുകളിലും പരമാവധി 2,500-3,000 രൂപയേ ഉള്ളൂ. ഏറ്റവും ഇപ്പോൾ തമിഴ്നാട്ടിൽ പോലും അത്രയേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലെ മരുന്നുപയോഗം വളരെ കൂടുതലാണെന്നാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ സർക്കാർ ലെവലിൽ വരികയാണെങ്കിൽ സർക്കാർ ബഡ്ജറ്റിൽ വരുന്നത് യഥാർത്ഥത്തിൽ 1,100 കോടിയുടെ അടുത്താണ് എല്ലാ സർക്കാർ ആശുപത്രിയിലൂടെ മരുന്ന് വാങ്ങാൻ. പക്ഷേ ഏകദേശം 400 കോടിക്കടുത്താണ് അലോട്ട്മെൻറ്റ് യഥാർത്ഥത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി ആവശ്യമുള്ള മരുന്നുകൾ മുഴുവൻ ഈ ആശുപത്രികൾക്ക് ചുറ്റുമുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ജനങ്ങൾ വാങ്ങുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരു 2,000-2,500 കോടി രൂപ വരും. കാരണം പലപ്പോഴും സർക്കാർ ആശുപത്രിയിൽ മരുന്നുകളും അതുപോലെ ചികിത്സാ സംവിധാനം അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 60% ആളുകളാണ് സർക്കാർ പ്രൈവറ്റ് ആശുപത്രി ആശ്രയിക്കുന്നത്. ബാക്കി 35-40% വരെയാണ് സർക്കാർ ആശുപത്രിയിൽ വരുന്നത്. എന്നാൽ പോലും മരുന്നിൻ്റെ ഉപഭോഗം വളരെ കൂടുതലാണ്. ഇതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, കേരളത്തിൽ ആയുർദൈർഘ്യം വളരെ കൂടുതലാണ്. കാരണം പ്രായമായവർ കൂടുമ്പോൾ അവർ വളരെയധികം പേര് മരുന്ന് കഴിക്കുന്നവരായിരിക്കും. 2, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിൽ പൊതുവെ വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, ഇങ്ങനത്തെ ഒക്കെ. മറ്റൊന്ന്, കേരളത്തിലെ ഒരുവിധ ആൾക്കാരൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അവരുടെ അസുഖത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണ്. മറ്റൊരു കാരണം പറയുന്നത് ആൾക്കാരുടെ സാമ്പത്തിക ശേഷി. മറ്റ് രാജ്യങ്ങളെ, മറ്റ് സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിലെ ആളോഹരി വരുമാനം കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഈ മരുന്നിൻ്റെ ഉപയോഗം നമുക്ക് ന്യായീകരിക്കാൻ ശ്രമിക്കാം. പക്ഷേ എന്നാലും ശരിയല്ല. അപ്പോൾ 1000 ഉത്തർപ്രദേശിലാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 1,000 രൂപയിൽ താഴെ വരുന്നുള്ളൂ. അതൊരു 2,000-2,500 ഒക്കെ ആക്കാം. അപ്പോൾ അതായത് പകുതിയിലധികം മരുന്നുകൾ നമ്മൾ അനാവശ്യമായിട്ട് എഴുതുന്നതാണ്, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ എഴുതുന്നതാണെന്ന് പറയാം. ഇപ്പോൾ WHO ഒരു കണക്കുണ്ട്. അതായത് ലോകം മുഴുവൻ നോക്കിയാൽ പോലും പ്രിസ്ക്രിപ്ഷൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒഴിച്ചുള്ള രാജ്യങ്ങളിൽ പ്രിസ്ക്രിപ്ഷൻസിൽ 50%-ലധികം ആവശ്യമില്ലാത്ത മരുന്നുകളാണ്. പ്രത്യേകിച്ച് ആ രോഗത്തിന് ആവശ്യമില്ലാത്ത മരുന്നുകളാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഈ പ്രിസ്ക്രിപ്ഷൻ പാറ്റേൺ, അതെങ്ങനെ, എന്തൊക്കെ നമുക്കതിൽ ചെയ്യാൻ പറ്റും, അത് ഈ അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ ഒഴിവാക്കാൻ പറ്റുമോ, ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കണോ, ഡോക്ടർമാരുടെ ബോധവൽക്കരിക്കണോ, ഏതാണ് ഇതിൽ വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഡോക്ടർ മാഹിറ ഇവിടുത്തെ ക്ലിനിക്കൽ ഫാർമസിയുടെ ഹെഡാണ് ദയ ഹോസ്പിറ്റലിലെ. അവരുടെ കീഴിൽ 10-15 പേരുണ്ട്. ഒരു ക്ലിനിക്കൽ ഫാർമസി വളരെ നന്നായി നടക്കുന്നുണ്ട്. അക്കാഡമിക് പാർട്ടുമുണ്ട്. പിന്നെ ഡോക്ടർ നബീൽ ഇവിടെ സർജറി വിഭാഗത്തിലെ ജൂനിയർ കൺസൾട്ടൻ്റാണ്. അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഡോക്ടർ അബ്ദുൽ അസീസ്, ദയ ഹോസ്പിറ്റലിൻ്റെ MD ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ സർജറി വിഭാഗം തലവനും കൂടിയാണ്. നമുക്ക് ആദ്യം 2-3 കാര്യങ്ങൾ പറയാമല്ലോ. ഒന്ന്, ഈ മരുന്നുകളായിട്ട് തന്നെ ഉണ്ട്, ഔഷധങ്ങളായിട്ട്, അല്ലെങ്കിൽ ഔഷധങ്ങളുടെ പേരിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ നിത്യ പ്രാക്ടീസിൽ നമുക്കറിയാം. നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഒന്ന് കാണും, അവർ അതിനെക്കുറിച്ച് പറയും. പക്ഷേ നമുക്ക് മിക്കവാറും ഫാർമക്കോളജി ബുക്കിലൊന്നും കാണാറില്ല, ഒരു സ്റ്റാൻഡേർഡ് ഫാർമക്കോളജി ബുക്കിലൊന്നും കാണാറില്ല. പക്ഷേ അതിനെക്കുറിച്ച് ചില സ്റ്റഡീസ് ഉണ്ട് എന്ന് അവർ പറയും. നമുക്ക് കുറച്ച് കടലാസുകളൊക്കെ തരും. ഇതൊക്കെ ആധികാരികമായിട്ട് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? ഇതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമോ? നമുക്ക് 2 ടൈപ്പിൽ ഇത് പറയാം. നമ്മുടെ സാധാ ഡ്രഗ്സ് എന്നതിൽ മരുന്നുകൾ എന്ന നിലയിൽ വരുന്നതുണ്ട്.
അതുകൂടാണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു ഡിവിഷനുണ്ട്, ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിവിഷനുണ്ട്. ഇത് രണ്ടും ആയിട്ടാണ് മെയിൻലി നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടത്. ആദ്യം മരുന്നുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഔഷധം എന്നുള്ള പേരിൽ വിൽക്കപ്പെടുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഇതൊന്നും ആവശ്യമില്ലാത്തതാണെന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചെണ്ണത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ? അതെ, നമുക്ക് അതിൽ പറയാൻ പറ്റുന്നതിൽ ഇപ്പോൾ മെയിനായിട്ട് ഒരെണ്ണം എന്ന് പറയുന്നത് അർസോഡിയോക്സിക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞൊരു ഡ്രഗ് ഉണ്ട്. ഇത് നമ്മുടെ ഗ്യാസ്ട്രോഎൻട്രോളജി, ജനറൽ മെഡിസിൻ ഇവരെല്ലാവരും വളരെയധികം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ജനറൽ പ്രാക്ടീഷണേഴ്സ് വരെ അത് കൊടുക്കുന്നുണ്ട്. ഇത് നോർമലി നമ്മൾ കാണപ്പെടുന്നത് ഒരു ലിവർ ഡിറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഒരു ജോണ്ടിസ് ഉള്ള പേഷ്യന്റിന് ഫസ്റ്റ് ലൈനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. എന്തെങ്കിലും ചെറിയ രീതിയിലൊരു ചെറിയ ഡിറേഞ്ച്മെന്റ് വന്നാൽ തന്നെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഇത്. സയന്റിഫിക്കലായിട്ട് നമുക്ക് അത് എന്തിനൊക്കെ ഉപയോഗിക്കാറുള്ളത്? ഇപ്പോൾ നമ്മൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ പ്രകാരം അത് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുക? സ്റ്റഡീസ് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി 2 ക്ലിനിക്കൽ കണ്ടീഷന് മാത്രമാണ് അത് വാലിഡ് ഉള്ളൂ. അതൊന്നെന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി ബിലിയറി കൊളാഞ്ചൈറ്റിസ് എന്ന് പറയും. അത് കുറച്ച് റെയർ കണ്ടീഷനാണ്, അങ്ങനെ ഒരു പ്രവലൻ്റ് ആയിട്ടുള്ളൊരു ഡിസീസ് അല്ല. പിന്നുള്ളത് പ്യുവർ ഗോൾഡ് സ്റ്റോൺ, കൊളസ്ട്രോൾ ഗോൾഡ് സ്റ്റോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിത്തസഞ്ചിയിലുള്ള കല്ലുകൾ, അത് പ്യുവർ കൊളസ്ട്രോൾ സ്റ്റോൺസ്. വളരെ അപൂർവമാണെന്നാണ് നമ്മുടെ അനുഭവം. വളരെ അപൂർവമാണ്. അതെ, നമ്മുടെ നാട്ടിൽ പൊതുവെ മിക്സഡ് സ്റ്റോൺസ് എന്ന് പറയുന്ന രണ്ടും കൂടി ചേർന്നിട്ടുള്ള സ്റ്റോൺസ് ആണ് കൂടുതലും കാണാറ്. പ്യുവർ ഗോൾഡ് സ്റ്റോൺ, പ്യുവർ കൊളസ്ട്രോൾ ഗോൾഡ് സ്റ്റോൺസ് കുറവാണ്. ഇത് രണ്ടിനുമാണ് പ്രൂവൺ ആയിട്ടുള്ള എഫിക്കസി ഈ പറഞ്ഞ അർസോഡിയോക്സിക്കോളിക് ആസിഡിനുള്ളൂ. പക്ഷേ ഞാനിത് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഗാസ്ട്രോൻട്രോളജിൻ്റെ അടുത്ത് പോയാൽ ലിവറിൻ്റെ എന്ത് അസുഖം വന്നാലും ഇത് കൊടുക്കും. പിന്നെ ഫാറ്റി ലിവർ, ഇപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനം ഫാറ്റി ലിവർ. ഇത് എന്തോ വലിയൊരു കാര്യമാണെന്ന്, ഗ്രേഡ് 1 ഗ്രേഡ് 2 അതൊരു ഉപദ്രവമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല. കാരണം അവർ എവിടെയെങ്കിലും പോയി അർസോഡിയോക്സിക്കോളിക് ആസിഡ് കഴിക്കാൻ തുടങ്ങും. പിന്നെ കാണുന്നത് ഹെപ്പറ്റൈറ്റിസിന് പോലും കൊടുക്കുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുള്ള ഡേഞ്ചറസ് ആണെന്നാണ്. ഹെപ്പറ്റൈറ്റിസിന് കൊടുക്കാൻ ഇപ്പോഴത്തെ റീസെന്റ് ഗൈഡ് ലൈൻസിൽ വന്നേക്കുന്നത് ഹെപ്പറ്റൈറ്റിസിന് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് അർസോഡിയോക്സിക്കോളിക് ആസിഡ് കഴിക്കാൻ പാടില്ല. NAFLD-യിലാണെങ്കിൽ ഇപ്പോൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിലാണെങ്കിൽ പോലും മിക്സഡ് റെസ്പോൺസ് ആണ്, അങ്ങനെ ആധികാരികമായിട്ട് എവിഡൻസ് ഇല്ല. പിന്നെ ഇതിന് നമ്മൾ എല്ലാ ഡ്രഗിനെ കുറിച്ച് പറയുമ്പോഴും ഈ ഡ്രഗിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. ഒരു നെയിം ബ്രാൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നല്ലൊരു കമ്പനിയുടെ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 36 റുപ്പീസ് പെർ ടാബ്ലറ്റ് വരുന്നുണ്ടല്ലോ. അതുകൂടാണ്ട് ഇത് 2 നേരം വെച്ച് ലോങ് ടേം ആയിട്ട് ചില ആൾക്കാർ വർഷങ്ങളോളം കഴിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഗോൾഡ് സ്റ്റോൺസിൽ സർജറിക്ക് വരുന്ന ആൾക്കാരോട് ചോദിച്ചാൽ പലപ്പോഴും പറയാറുള്ളത് അവർ വർഷങ്ങളായിട്ട് ഇത് കഴിക്കുന്നുണ്ട് എന്നിട്ട് കുറവില്ല എന്നാണ്. അതെ, അപ്പോൾ അങ്ങനെ ഒരു കോസ്റ്റിന്റെ സാധനം കൂടി ഇതിനെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇത്രയും ശരിക്കും പറഞ്ഞാൽ ഈ 2 കണ്ടീഷനിൽ അത് എഴുതി കൊടുക്കാൻ പാടില്ല. വേറെ എവിഡൻസ് ഇല്ല. നമ്മുടെ ആൾക്കാർ ഇത് കഴിക്കുന്നത് മുഴുവൻ അനാവശ്യമായിട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? അതെ, ഇതുപോലെ ഇനിയും ഡ്രഗ്സുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതെ, ഇനിയിപ്പോ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഡ്രഗ് ഇതുപോലെ ഉള്ളത് പൈറാസിറ്റാം എന്ന് പറഞ്ഞൊരു ഡ്രഗ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ന്യൂട്രോപിക്സ് എന്ന് പറയുന്ന ഒരു ഡ്രഗ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ ന്യൂട്രോപിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് എൻഹാൻസ്മെന്റിന് യൂസ് ചെയ്യുന്ന, പുതുതായിട്ട് ഇപ്പോൾ റീസെന്റ് അധിക കാലമായിട്ടില്ല അത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട്. അതിനകത്ത് കുറേ ഡ്രഗ്സ് ഉണ്ട്. അതിൽ നമ്മുടെ നാട്ടിലൊരു പ്രവലന്റ് ആയിട്ടുള്ള ഡ്രഗാണ് ഈ പൈറാസിറ്റാം. ഈ പൈറാസിറ്റാം അസെറ്റാം എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഓഫ് ഡ്രഗ്സ് തന്നെ ഉണ്ട്. ഇതിനകത്ത് കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഈ പൈറാസിറ്റാമിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആക്ച്വലി സ്റ്റഡീസ് എവിഡൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ കണ്ടീഷൻസിൽ മാത്രമേ ഇത് എഫക്റ്റീവ് ഉള്ളൂ. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത് ഇത് യൂഷ്വലി ഒരു പേഷ്യൻ്റ് ഒരു ഡിമെൻഷ്യ അല്ലെങ്കിൽ ആൽഷീമേഴ്സ് ഡിസീസ്, അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ നടക്കുന്ന കൊടുക്കുന്ന കാണാറുണ്ട്. പക്ഷെ ആക്ച്വലി അതിനൊന്നും എവിഡൻസ് ഇല്ല, ഇതിനൊന്നും സ്റ്റഡീസ് പ്രകാരം ഒരു പ്രൂവൺ എഫക്റ്റ് ഇല്ല. ആകെ ഉള്ളത് വെരി സ്പെസിഫിക് ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള ന്യൂറോളജിക്കൽ കണ്ടീഷൻസിൽ മാത്രമാണ് ഈ പൈറാസിറ്റം എഫക്റ്റീവ് ഉള്ളൂ. ഇപ്പോൾ ഓൾഡ് ഏജിലൊക്കെ വരുന്ന ഡിമെൻഷ്യ, ഓർമ്മക്കുറവിന് പോലും കൊടുക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഇതിന് വേറൊരു ആസ്പെക്ട് കൂടി ഉണ്ട്. ഇത് സെൽഫ് മെഡിക്കേഷനിൽ ഭയങ്കര ഒരു പ്രോമിനന്റ് ആയിട്ട് വരുന്ന ഒരു ഡ്രഗാണത്. ഈ പഠിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ രാത്രിയൊക്കെ കുറച്ച് എൻഹാൻസ്മെന്റ് എന്ന നിലയിലൊക്കെ പണ്ട് നമ്മൾ ആംഫെറ്റാമിനൊക്കെ ഉപയോഗിച്ചിരുന്ന പോലെ അല്ലേ? ഇപ്പത് മയക്കുമരുന്നാണ്, പാൻഡാണ്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു സാധനമാണ് ഈ പൈറാസിറ്റാം. പക്ഷേ അതിന് ആക്ച്വലി ഡ്രഗ്സിന് ഈ ഒരു എൻഹാൻസ്മെന്റ് ഉണ്ടെന്നുള്ളതിന് എവിഡൻസ് ഒന്നും ഇല്ല. പിന്നെ അത് കൂടാണ്ട് തന്നെ ഇതിനും മറ്റേ അർസോഡിയോക്സിക്കോളിക് ആസിഡ് പോലെ കോസ്റ്റ് കൂടുതലാണ്. 17 rupees to 20 rupees പെർ ടാബ്ലറ്റ് വരുന്നുണ്ട്. ഇത് ഇവര് ഒരു മറ്റേ എന്താ പറയുക, ഒരു എൻഹാൻസ്മെന്റ് റെഡ് ബുള്ളൊക്കെ കുടിക്കുന്ന പോലെ രാത്രി ഫുൾ ടൈം ഇരുന്ന് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവരിത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് ആക്ച്വലി എവിഡൻസ് ബേസിൽ ഒന്നുമില്ല. അപ്പോൾ ശരിക്ക് നമ്മുടെ ആൾക്കാരെന്നെ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. കാരണം ഇന്നിപ്പോൾ ആൾക്കാർക്കും എളുപ്പമാണ്, അവർക്ക് ഗൂഗിൾ റെഫർ ചെയ്യാം, ചാറ്റ് GPT ഉണ്ട്, ജെമിനി ഉണ്ട്, ഇതിൽ കൂടെ ഒക്കെ റെഫർ ചെയ്യാൻ പറ്റും.
പിന്നെ ഞാൻ വേറൊരു മരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ പ്രാക്ടീസിൽ വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് വൈറ്റമിൻ ഇ. അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ അത് കണ്ടിരുന്നത് ഈ ബ്രസ്റ്റ് ഡിസീസിന് കൊടുക്കാനായിരുന്നു. ഇത് ബ്രസ്റ്റിൽ പെയിൻ വരിക, ഫൈബ്രോഅഡനോസിസ്, അതിനൊക്കെയാണ് ആദ്യം കൊടുത്തിരുന്നത്. പിന്നെ ഒരുപാട് ഉപയോഗങ്ങൾക്ക് ഇത് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ മസിൽ ക്രാംസിന് കൊടുക്കും, ലിവറിൻ്റെ അസുഖങ്ങൾക്ക് കൊടുക്കും, അതുപോലെ തന്നെ പല അസുഖങ്ങൾക്ക്. ഇത് ഏതൊക്കെ ഫുഡിലാണ് വൈറ്റമിൻ ഇ ഉള്ളത്? എഗ്, പാല്, മുട്ട, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇതിലൊക്കെയാണ് മെയിനായിട്ട്. വെജിറ്റേറിയൻസിനാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലേ, പാലിലുണ്ട്. അപ്പോൾ ഇത് വളരെ വ്യാപകമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് വൈറ്റമിൻ ഡി ഒരു ഡെഫിഷ്യൻസി വരാനില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ മരുന്നുകൾ ഇന്നും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് സ്കിൻ കണ്ടീഷൻസിന് കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് അത്ര ജസ്റ്റിഫൈഡ് അല്ല എന്ന് തോന്നുന്നു. പിന്നെ സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസിന് ചിലർ കൊടുക്കുന്നുണ്ട്. നാഷിന് പ്രൂവൺ എവിഡൻസ് ബേസ് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ തെറപ്യൂട്ടിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിന്, ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഫാറ്റി ലിവർ എല്ലാം ഇതാവില്ല, ഹെപ്പറ്റൈറ്റിസ് ആവില്ല. ഒരു ചെറിയ ശതമാനം അതിൽ ഇപ്പോൾ ഗ്രേഡ് 4ഓ 5ഓ ഒക്കെ വന്നു കഴിഞ്ഞാലാണ് സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് ആവുന്നത്. അപ്പോൾ എന്തൊക്കെ ആയാലും ഇതിൽ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ ഈ മരുന്നുകൾക്ക് എനിക്കൊന്ന് പൊട്ടൻഷ്യൽ ടോക്സിക് എഫക്റ്റ് ഉണ്ട്. ഹൈപ്പർ വിറ്റമിനോസിസ് എഫക്റ്റ് വരും. ഇത് വൈറ്റമിൻ ഇക്ക് മെയിനായിട്ട് വരിക ബ്ലീഡിംഗ് റിസ്ക് ആണ്. അതിന്റെ റെക്കമെൻഡഡ് ഡെയിലി ഡോസ് 800 ഇന്റർനാഷണൽ. ഇപ്പം എൻ്റെ ഒരു ടാബ്ലറ്റിന് അവൈലബിൾ ആയിട്ടുള്ള 400 ആണ് അല്ലേ. 2 നേരമാണ് ആൾക്കാർ കൊടുക്കാറ്. ചിലപ്പോൾ 800 ഗ്രാം കഴിച്ചാൽ അതന്നെ ടോക്സിക് ആണ്. about 800 ചില ആന്റികോയാഗുലൻസ് ഇല്ലേ, ആന്റികോയാഗുലൻസ് ആയിട്ട് ഇന്ററാക്ഷൻസ് ഉണ്ട്. ബ്ലീഡിംഗ് റിസ്ക് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ട്. ബ്ലീഡിംഗ് റിസ്ക് ഇതുപോലെയുള്ള ബ്ലഡ് തിന്നേഴ്സ് ആയിട്ട് ബ്ലീഡിംഗ് റിസ്ക് കൂട്ടാൻ ഇതിന്. പിന്നെ ഞാൻ ഈയിടെ വായിച്ചു ഇത് വൈറ്റമിൻ ഇ കഴിക്കുന്നവരിൽ, പ്രത്യേകിച്ച് കുറച്ച് കൂടിയ ഡോസ് കഴിക്കുന്നവരിൽ സഡൻ ഡെത്തിന് സാധ്യതയുണ്ടെന്ന്. അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട്സ് കുറച്ചെണ്ണം വന്നിട്ടുണ്ടെന്നാണ് ഇതില് വേറൊരു ഇതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ മാർക്കറ്റ് ചെയ്യുന്ന ഇത് വൈറ്റമിൻ ആണല്ലോ, അപ്പൊ മാർക്കറ്റഡ് ആണ് ഭയങ്കരമായിട്ട്. അപ്പൊ അതിൽ മാർക്കറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആയിട്ട് പറയുന്നുണ്ട്, മറ്റേ എന്താ പറയാ ക്യാൻസർ പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ ആക്ച്വൽ എവിഡൻസ് പറയുന്നത് ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് റിസ്ക് കൂട്ടുന്ന ഒരു ഡ്രഗ് ആയിട്ടാണ് ഇപ്പൊ പറയുന്നത്. ഉപയോഗിക്കാൻ പാടില്ല, ഡെഫിഷ്യൻസി ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ നമുക്ക് സമൃദ്ധമായിട്ട് നമ്മുടെ ഫുഡ് സബ്സ്റ്റൻസിലൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ വേറൊന്നും കൂടി ഉണ്ട്, വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു കോവിഡിന് ശേഷം അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു. ഒരു വർഷം 175% ഇതിൻ്റെ ഉപയോഗം കൂടിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഉള്ളത്. അതായത് ഇതിലെ കമ്പനിക്കാർ അല്ലെങ്കിൽ ഇൻഡസ്ട്രി വളരെയധികം ആക്റ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മരുന്നാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ കോളികാൽസിഫറോളാണ്. ഇത് പ്രകൃതി ഏതൊക്കെ ഭക്ഷണത്തിൽ അതുള്ളത്? പാല്, മുട്ടയുടെ മഞ്ഞക്കരു, കൂണ്, നെയ്യ്, ഫിഷൊക്കെ ഉണ്ട്, നട്ട്സ് ഒക്കെ ഉണ്ടല്ലേ. അതായത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഫുഡിൽ സമൃദ്ധമായിട്ടുള്ളതാണിത് വൈറ്റമിൻ ഡി അല്ലേ. ഈ സൂര്യപ്രകാശം തമ്മിലുള്ള ബന്ധം എന്താ? നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി വൈറ്റമിൻ ഡി ആക്ടിവേറ്റഡ് ആവണമെങ്കിൽ സൂര്യപ്രകാശം വേണ്ടേ. പക്ഷെ നമ്മളിപ്പോൾ തെറാപ്പറ്റിക് ആയിട്ട് എടുക്കുന്ന ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സൂര്യപ്രകാശം നമ്മുടെ ഇത് സ്വയം ഉണ്ടാക്കപ്പെടുന്ന ഒരു മരുന്നാണ് അല്ലേ. സൂര്യപ്രകാശം കൊണ്ടുകഴിഞ്ഞാൽ UV ലൈറ്റ് കൊണ്ടുകഴിഞ്ഞാൽ ഇത് സ്വയം ശരീരത്തിൽ ഉണ്ടാക്കും എന്നാണ്. നമ്മൾ കഴിച്ചില്ലെങ്കിൽ പോലും ഉണ്ടാക്കുന്നതാണ് അല്ലേ. പക്ഷെ നമുക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാ ഭക്ഷണത്തിലും ഇതുണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്. സ്റ്റഡീസ് അനുസരിച്ചിട്ട് നമ്മളുടെ ഒരു 90% പോപ്പുലേഷനും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണെന്നാണ് പറയുന്നത്. അത് ഞാൻ പറയാം. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഇതിൻ്റെ ഒരു ലോവർ ലെവൽ 10 ആയിരുന്നു. 10 നാനോ. ഇപ്പോൾ അത് കൂടി വന്നിട്ട്, കാരണം ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് ഇതിൽ. പല സ്റ്റഡീസും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നതല്ല. കാരണം ചെറിയ സ്റ്റഡീസാണ്, ഇൻഡസ്ട്രി സ്പോൺസേർഡാണ്. 40 വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ കാണുന്ന ഒരു 12 to 20 ആണ് ഏകദേശം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആക്ഷൻ എന്തൊക്കെയാണ് ഇതിൻ്റെ വൈറ്റമിൻ ഡിയുടെ കാര്യത്തിൽ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ കാൽഷ്യം ആയിട്ടുള്ള ബന്ധമാണ് ഇതിനുള്ളത്. ബോണിലുള്ള കാൽഷ്യം ലെവൽസ് മെയിൻറ്റെയിൻ, ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾക്കാണ് ഇത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം 20 താഴെ പോകുമ്പോഴാണ് ഡെഫിഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം, ഇത് യൂഷ്വലി ഇപ്പോൾ ഈ 70% ഡെഫിഷ്യൻ്റ് ആണ് എന്നുള്ള സ്റ്റഡി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ പൊതുവേ ഇത് കാണപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് ചെക്കപ്പിൻ്റെയോ അങ്ങനെ ഭാഗമായിട്ട് ഇവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അതിനകത്ത് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണും. പക്ഷെ ഇവർക്ക് സിംറ്റമാറ്റിക്കലി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ നോർമൽ ആയിരിക്കും. അപ്പോൾ ഇവർക്ക്
എന്തുണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പല ലാബുകൾക്കും വാല്യൂ ഡെഫിഷ്യൻസി കണക്കാക്കപ്പെടുന്ന വാല്യൂവിന് വ്യത്യാസമുണ്ട്. ആക്ച്വൽ വാല്യൂ 20 ആണ്, പക്ഷെ നമ്മൾ പല ലാബുകളിൽ 26 കാണാം, 30 കാണാം, 36 വരെ കാണാം. അപ്പോൾ ഇതിന് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഡോസേജ് കൊടുക്കാൻ. ഇപ്പം നമുക്ക് ഇതിന് യൂഷ്വൽ ഡോസേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ലോഡിംഗ് ഡോസ് കൊടുക്കണം. അതെന്ന് വെച്ചാൽ 60,000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് വീക്ക്ലി വൺസ് ഫോർ 6 to 8 weeks ആണ്. പക്ഷെ നോർമലി കാണപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെഫിഷ്യൻസി കണ്ടു കഴിഞ്ഞാൽ ഇതൊരു കൊല്ലം വരെ കുടിക്കുക. വൈറ്റമിൻ ആണല്ലോ, അപ്പൊ അത് പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ളൊരു ചിന്തയാണ്. ഹൈപ്പർ വിറ്റമിനോസിസ് എന്നൊരു കണ്ടീഷൻ ഇല്ലേ, ഇതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക? വൈറ്റമിൻ ഡി കൂടി കഴിഞ്ഞാൽ ഓവർഡോസ് വന്നു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണ്. മസിൽ ക്രാംസും മസിൽ പെയിനൊക്കെ വരും. അപ്പോൾ ഇത് ഒരു പൊട്ടൻഷ്യലി ടോക്സിക് ഡ്രഗാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സാധാരണഗതിയിൽ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും പല ഡിപ്പാർട്ട്മെൻറ്റിലും പ്രിസ്ക്രിപ്ഷൻ ഇല്ല, ഓർത്തോപീഡിക്സ് പലതിലും കാണാം പ്രിസ്ക്രിപ്ഷൻ. എനിക്ക് തോന്നുന്നത് ഒരു ഇൻഡിക്കേഷൻ ഇല്ലാതെയാണ് ഇത് എഴുതപ്പെടുന്നതെന്ന് ആൾക്കാരുടെ. കാരണം ഇൻഡസ്ട്രി കൂടി പറയുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ വൈറ്റമിൻ ഡി ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു ഏകദേശം 5-6 വർഷം മുമ്പ് വൈറ്റമിൻ ഡിയുടെ കുറേ സ്റ്റഡീസ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്, സ്ട്രോക്ക് വരില്ല, പിന്നെ ലോങ്കവിറ്റി കൂടും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റഡീസൊക്കെ ഞാൻ അന്ന് വായിച്ചിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു കമ്പനി സ്പോൺസേഡാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ഒരു സാധാരണ ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് ഒരു വൈറ്റമിൻ ഡി ആവശ്യമില്ല അല്ലേ? അത്യാവശ്യം വെയിൽ കൊള്ളുന്ന ആളാണെങ്കിൽ ഒട്ടും ആവശ്യമില്ല. ഡെഫിഷ്യൻസി പ്രൂവൺ ആണെങ്കിൽ മാത്രമേ. ഇപ്പം നാട്ടുകാരെ മുഴുവൻ പിടിച്ച് വൈറ്റമിൻ ഡി ചെയ്യണം, വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇന്നിപ്പോൾ എല്ലാ ഹെൽത്ത് ചെക്കപ്പിലും വൈറ്റമിൻ ഡി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണത്. ഈ മരുന്ന് എക്സ്പെൻസീവ് ആണ്, ടെസ്റ്റ് എക്സ്പെൻസീവ് ആണ്. ഞാനിതൊരു ആരും ചെയ്തിട്ടില്ല കേട്ടോ വൈറ്റമിൻ ഡി എന്ന്. അങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റംസ് ഉള്ള ആൾക്കാർ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ടാബ്ലറ്റിന് നല്ല കോസ്റ്റ് വരുന്നുണ്ട്, 36 rupees per tablet. എല്ലാ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എല്ലാം ഇതുപോലെ തന്നെയാണ്. മിക്കവാറും എല്ലാം നല്ല വില പിടിച്ചതാണ്. കാരണം കമ്പനികൾ കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ ആശുപത്രി മരുന്നുകളിലുള്ള ലാഭം കൊണ്ടാണ് ഓടുന്നതെന്ന് പറയുന്ന പോലെയാണ്. പിന്നെ ഇതുപോലത്തെ മരുന്നുകളുണ്ട്. ഇപ്പോൾ PPIയുടെ കാര്യം, ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്നൊരു മരുന്ന് എനിക്ക് തോന്നുന്നത് ഈ ഇതാണ്, മറ്റേ നമ്മുടെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. ഇപ്പോൾ അൾസർ പോലുള്ള അസുഖങ്ങൾക്ക്, വയറിൻ്റെ അസുഖങ്ങൾക്ക്, എല്ലാവർക്കും അൾസറല്ല, വളരെ ചെറിയ സമയത്തിന് അൾസർ, പക്ഷേ നോൺ അൾസർ ഡിസ്പെപ്സിയ എന്ന് പറയും. അത് ആസിഡ് സെക്രീഷൻസ് ആമാശയത്തിൽ കൂടുക. അപ്പോൾ അതിൻ്റേതായ ചില നെഞ്ചരിച്ചിൽ, പുളിച്ചുകാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ PPI എനിക്ക് തോന്നുന്നു PPI ഇല്ലാത്തൊരു പ്രിസ്ക്രിപ്ഷൻ ഒന്നും കാണാറില്ല. ഇപ്പോൾ റാബിപ്രസോൾ ഏതൊക്കെയാണ് PPI ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗപ്പെടുന്നത്? ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് വരുന്നത്? പാൻഡപ്രസോൾ, ഒമിപ്രസോൾ, റാബിപ്രസോൾ, പിന്നെ റാനിറ്റിഡിൻ, അങ്ങനെയൊക്കെ വരുന്ന ഡ്രഗിൽ പെടുന്നത്. റാനിറ്റിഡിനും എനിക്ക് തോന്നുന്നു റാനിറ്റിഡിൻ ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിരോധിച്ചപ്പോൾ നമ്മുടെ ഇവിടെയും കിട്ടാനില്ല. അത് ഒരു ഇതാണ് മറ്റേ H2 റിസപ്റ്റർ ആൻറ്റിബോഡി വേറൊരു ഗ്രൂപ്പിൽ പെട്ടാണ്. അതുകൊണ്ട് എനിക്കൊന്നും അധികാരം ഉപയോഗിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ഡെറിവേറ്റീവ് ഉണ്ട്, ഫെമോറ്റിഡിൻ. അത് സേഫാണ്, വളരെ വിലക്കുറവാണ്, 20 പൈസ 30 പൈസയൊക്കെ ഉള്ളൂ അല്ലേ? ബാഹിറ, ഇത് നമുക്ക് എത്ര നേരം നമ്മുടെ ബ്ലഡ് ലെവൽ, ഇത് പലരും ഞാൻ പ്രിസ്ക്രിപ്ഷനിലായിട്ട് BD 3 നേരം കഴിക്കാൻ, 1 നേരം കഴിക്കാൻ, 2 നേരം കഴിക്കാൻ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും എത്ര നേരം അത് കഴിക്കേണ്ടത്? തിയററ്റിക്കലി അതിന് 24 മണിക്കൂർ ആക്ഷനാണ് പറയുന്നത്. ഒരു നേരം ആദ്യത്തിന് മുൻപ് കഴിക്കാനുള്ളതാണ്. എങ്ങനെയൊക്കെ അത് ദുരുപയോഗപ്പെടുത്തുമെന്ന് പറയാൻ പറ്റുമോ? ഇത് യൂഷ്വലി നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഷ്യൻറ്റിന് ഇൻഡിക്കേഷൻ ഇല്ലാത്തൊരു പേഷ്യൻ്റ് ആണെങ്കിൽ കൊടുക്കുന്നത് ഒന്ന് നമ്മുടെ വേദന സംഹാരി NSAIDs, അതിൻ്റെ കൂടെ പിന്നെ ഒന്ന് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സിൻ്റെ കൂടെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം ഓഫ് ഡിഫെൻസീവ് മെഡിസിൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം ഗ്യാസ്ട്രൈറ്റിസ് വരാം, അത് പ്രിവെൻറ്റ് ചെയ്യുക പേഷ്യൻറ്റിന് എന്നുള്ളൊരു സാധനം ഉദ്ദേശിച്ചിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഗൈഡ് ലൈൻസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അമേരിക്കൻ കോളേജ് ഓഫ് ഗ്യാസ്ട്രോഎൻട്രോളജിയുടെ ഗൈഡ് ലൈൻ നോക്കുകയാണെങ്കിൽ, പേഷ്യൻറ്റിന് ലോ GI റിസ്ക് ഉള്ള പേഷ്യൻറ്റ്, എന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഗ്യാസ്ട്രിക് മരുന്ന് കഴിച്ച് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു കാരണവശാലും NSAIDയുടെ കൂടെ PPIs കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻ. സിംറ്റംസ് ഇല്ലാത്ത ആൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല. നമ്മളിപ്പോൾ വേദന സംഹാരികൾ കൊടുത്താലും, പിന്നെ എല്ലാ വേദന സംഹാരികളും ഗാസ്ട്രൈറ്റിസ് എല്ലാവരിലും ഉണ്ടാക്കണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഏകദേശം ഒരു 30 വർഷമായിട്ട് മെഡിക്കൽ കോളേജ് അധ്യാപകനാണ്. ഞാൻ ഈ പോയിന്റ്സ് ഞാൻ എല്ലാ ജനറേഷൻ ഓഫ് ദി സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെയും പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും എങ്ങനെയൊക്കെ ഒരു പ്രിസ്ക്രിപ്ഷൻ വരുമ്പോൾ കുറച്ച് പേരൊക്കെ അതനുസരിക്കുന്നുണ്ട്. പ്രിസ്ക്രിപ്ഷൻ വരുമ്പോൾ ഇതിൽ എന്തായാലും ഒരു ഇതുണ്ടാവും. അത് മാത്രമല്ല, ഇഞ്ചക്ഷൻസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ എന്ത് വയറുവേദന വന്നാലും നമ്മുടെ ഹോസ്പിറ്റലിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും ഉടനെ ഒരു ഇഞ്ചക്ഷൻ പാൻറ്റോപ്രസോളാണ് കൊടുക്കുക അല്ലേ? ഇത് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന പേഷ്യൻസിനും പോലും ഇഞ്ചക്ഷൻ കൊടുക്കും. അപ്പോൾ അപ്പൻഡിസൈറ്റിസ് ആയാലും
ഇനി പെർഫറേഷൻ ആയാലും ഇനി അബ്ഡോമൽ പോളിക്കായാലും എല്ലാം ഒരു ഇഞ്ചക്ഷൻ ആദ്യം കൊടുക്കുന്നതായിരിക്കും. അല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്. ഈവൻ ജനറൽ പ്രാക്ടീഷണേഴ്സ് പോലും അതാ കൊടുക്കുക. പിന്നെ ഇതിൽ കുറേ മോളിക്യൂൾസ് ഇങ്ങനെ പുതുതായിട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ പുതിയ കൊണാസിപ്പം ഇതിനൊക്കെ എന്തെങ്കിലും ഇതുണ്ടോ? വിലയില്ലാതെ, വില കൂടുതലാണ് ഇതൊക്കെ, അതിലെന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. എന്താ വെച്ചാൽ ആന്റിബയോട്ടിക്സ് ഒക്കെ ഇപ്പൊ നമ്മൾ പുതിയത് ഓരോന്നോരോന്നായിട്ട് വരും. ഈ PPIയുടെ കാര്യത്തിൽ ഇപ്പോൾ ഉള്ള ഡ്രഗ് ഓൾറെഡി എഫക്റ്റീവ് ആണ്, ചിലത് മിക്കതും കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പുതിയ ഡ്രഗിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം പറയാനില്ല. പിന്നെ നമ്മളതൊരു വേറെ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് അതിന്റെ ഇത് വരുന്നത് മാർക്കറ്റിൽ. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു സിസ്റ്റമാണത്. അതായത് ഇപ്പോൾ ഒരു എഫക്റ്റീവായിട്ടുള്ള ഡ്രഗ് ഉണ്ടെങ്കിൽ തന്നെ ഈ മൊളിക്കുലർ മാനിപ്പുലേഷനിൽ കൂടെ ഒരു പുതിയ ഡ്രഗ് ഉണ്ടാക്കും. കാരണം പഴയ ഡ്രഗ്സ് ചിലപ്പോൾ റാബിപ്രസോളിനൊക്കെ നമുക്ക് പ്രൈസ് കൺട്രോൾ ഉണ്ട്. ആ പ്രൈസ് കൺട്രോളിന് നമുക്ക് സർക്കാർ പറഞ്ഞ വിലക്ക് വിൽക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഒരു പുതിയ സിപ്രാസിം വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിന് പ്രൈസ് കൺട്രോൾ ഇല്ല, ഏത് വിലക്കും വിൽക്കാം. പിന്നെ ആൾക്കാർക്ക് ഒരു മാറ്റം. പിന്നെ പല ഡോക്ടർമാരും പറയും കുറേ കാലമായിട്ട് ഇത് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാനൊന്ന് മാറ്റിക്കൊടുത്തു എന്നാണ് ഡോക്ടർമാർ പറയാറ്. ഇതിങ്ങനെ ഒരുപാട് കാലം, എനിക്ക് തോന്നുന്നത് ഇത് വർഷങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനെന്തെങ്കിലും കാര്യമായിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടോ? ഇതിന് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, മാഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി, ആസിഡ് കുറയും അല്ലേ? മാഗ്നീഷ്യം കാൽഷ്യം അബ്സോർപ്ഷൻ കുറയും. അതെ, നമ്മൾ ഈ പറഞ്ഞത് പ്രോട്ടോൺ പെർ മീറ്റർ ആയതുകൊണ്ട് നമ്മുടെ ബോഡിക്കകത്ത് വയറ്റിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഉള്ളത്. അതിന്റെ അളവ് കുറയും. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടായാൽ മാത്രമാണ് അവിടെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷനും അബ്സോർപ്ഷനും നടക്കുള്ളൂ. പല രീതിയിലായിട്ടുള്ള വൈറ്റമിൻസ് അതുപോലെ മിനറൽസിന്റെ ഒക്കെ അബ്സോർപ്ഷൻ കുറയും. എനിക്കൊന്ന് ഈ ബാക്ടീരിയ എൻട്രി ചെയ്യുന്നതിന് പ്രൊട്ടക്ട് ചെയ്യാനും ഈ ആസിഡ് എൻവയോൺമെന്റ് വേണം അല്ലേ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്കിപ്പോൾ ഇത് കഴിക്കുന്ന ആൾക്കാരിൽ ഈ ഗാസ്ട്രോഎൻട്രൈറ്റിസ് അതായത് കൂടുതലായിട്ട് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ചിലപ്പോൾ ഈ ബാക്ടീരിയ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന ബാക്ടീരിയ ആയിരിക്കും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. അതെ, നമ്മൾ ഈ ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ കുറെ ഇൻജസ്റ്റ് ചെയ്ത് വരുന്ന കുറെ ഔട്ട്സൈഡ് ബാക്ടീരിയ ഒക്കെ ആ ആസിഡിന്റെ അറ്റ്മോസ്ഫിയറിൽ തന്നെ പോകും. അത് കുറയുന്ന അനുസരിച്ചിട്ട് അതിന്റെ ഒരു ഇൻഫെക്ഷൻ റേറ്റും കൂടാൻ ചാൻസ് ഉണ്ട് ഈ PPIയുടെ. പിന്നെ PPIയുടെയും ഇത് പറഞ്ഞ ബാക്കി ഡ്രഗ്സ് പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് പ്രൊഹിബിറ്റീവ് ആണ്. PPI റിലേറ്റീവ്ലി കുറവാണ്. കാരണം 4 രൂപ മുതലുണ്ട് ബ്രാൻഡ്സ്. പക്ഷേ പലരും എഴുതാറുള്ളത് 25 രൂപയും 30 രൂപയുള്ള ബ്രാൻഡ്സാണ്. കാരണം ചിലതിനൊന്നും പ്രൈസ് കൺട്രോൾ ഇല്ല. ഇത് ഒരുപാട് ഡ്രഗ്സ് ഉണ്ട് ഇതിൽ, അതിൽ 1-2 സാധനത്തിനേ പ്രൈസ് കൺട്രോൾ ഉള്ളൂ. അപ്പോൾ അതാരും സാധാരണ എഴുതാറില്ല. ഇപ്പോൾ ഞാൻ എഴുതാറുള്ളത് റാബിപ്രസോളാണ്. അതിന് 4 രൂപയോ 3 രൂപയൊക്കെയാണ് ചില കമ്പനിയുടെ ഒക്കെ വിലയുള്ളൂ. വേറെ ഒന്നുണ്ട്, ഇപ്പോൾ നമുക്ക് ഇതിന് കാർസിനോജനിക് ആണെന്ന് പറയാൻ പറ്റും. ഇങ്ങനത്തെ ഡ്രഗ്സിന് എന്തെങ്കിലും ഉണ്ട് അങ്ങനെ ക്യാൻസർ ഉണ്ടാക്കുന്ന? അത് ഡയറക്റ്റ് കാർസിനോജനിക് അല്ല, അതൊരു പ്രൂവൺ ലിങ്ക് അല്ല, പറയപ്പെടുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആസിഡ് സെക്രീഷൻ കുറയുന്നത് കൊണ്ട് ഈ പറഞ്ഞ ഗ്യാസ്ട്രിക് എക്സ്പോസ്ഡ് ആയിട്ട് അൾസറും CAയും ആവാം എന്നുള്ളൊരു സ്റ്റഡി, ഒരു പ്രൂവൺ ആയിട്ടുള്ള സ്റ്റഡി വന്നിട്ട് ചിലപ്പോൾ ഈ ബാക്ടീരിയൽ ഓവർ ആക്ടിവിറ്റി ഉണ്ടാവും അല്ലേ? ശരിക്കും പറഞ്ഞാൽ അൾസർ ഒരു പ്രതിരോധമാണ് ഇതിനല്ലേ? പിന്നെ ഇതിനൊരു വേറെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ലോങ് ടേം യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഒരു റീബൗണ്ട് എഫക്റ്റ് ഉണ്ട്. ഗാസ്ട്രിൻ റിലീസ് ചെയ്ത്. അതെ, അപ്പൊ ആസിഡ് സെക്രീഷൻ അപ്പൊ പെട്ടെന്ന് കൂടിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ പേഷ്യന്റിന് ഈ ഗാസ്ട്രൈറ്റിസും അൾസർ ഫോർമേഷനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ലോങ് ടേം യൂസ് ചെയ്യുന്ന ആൾക്കാർ. എനിക്ക് തോന്നുന്നത് കൗണ്ടറിൽ നിന്ന് തന്നെ ആൾക്കാർ വാങ്ങുന്നുണ്ട് അല്ലേ? കൗണ്ടറിൽ നിന്ന് ആൾക്കാർ വാങ്ങിയിട്ട് ദീർഘകാലം കഴിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഇതൊരു ശരിക്കും അപകടകരമായ മരുന്നാണ് ഇപ്പൊ ഈ പറഞ്ഞത് കേട്ടിട്ട്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. ഇത് ഷെഡ്യൂൾ H ഡ്രഗ് ആണ്. ഷെഡ്യൂൾ H ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്ഷൻ വാലിഡ് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ സൈനും സീലും ഇല്ലാതെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പാടില്ലാത്ത ഡ്രഗിൽ പെടുന്നതാണ് ഈ PPI നിയമം. അങ്ങനെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു മരുന്ന് പല പേഷ്യൻസും ഇത് ആയുർവേദം വരുമ്പോൾ അപ്പം കഴിക്കും, അല്ലെങ്കിൽ ദീർഘകാലം കഴിയും. എല്ലാ മിക്കവാറും വരുന്ന പേഷ്യൻസ് ഒക്കെ പറയാം ഞാൻ ഇതിന് അൾസറിന് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നാണ് പറയുക. അപ്പോൾ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ദുരുപയോഗപ്പെടുത്തുന്ന മരുന്നുകളിൽ ഏറ്റവും ഒരു വലിയ സ്ഥാനമുള്ളത് ഇതാണ്, PPIക്കാണുള്ളത്. അതുപോലെ തന്നെ ന്യൂറോ വൈറ്റമിൻസ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിനെക്കുറിച്ച് ഏതൊക്കെയാണ്? ന്യൂറോ വൈറ്റമിൻസ് നമ്മൾ മീഥൈൽ കൊബാലമൈൻ, പിരിഡോക്സിൻ പോലുള്ള വൈറ്റമിൻസ് ആണ്. അതിൽ നമുക്ക് പ്രൂവൺ സ്റ്റഡീസ് പറയുന്ന വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണമുള്ള അസുഖങ്ങൾക്ക് നമുക്ക് ഇത് കൊടുക്കാം. അത് കാരണം വരുന്ന പെരിഫറൽ ന്യൂറോപ്പതി, അതായത് വരാനുള്ള ഏത് സാഹചര്യത്തിലാണ് വരിക? ഇപ്പോൾ നമുക്കിപ്പോൾ മലയാളികൾ ഒരു നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ? എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട്. വെജിറ്റേറിയൻസ് B12 ഡെഫിഷ്യൻസി ഒരു എല്ലാ വെജിറ്റേറിയൻസിനും വരും. അതായത് വെജിറ്റേറിയൻസിന്റെ സോഴ്സ് ഏതാണ്? വെജിറ്റേറിയൻസിന്റെ സോഴ്സ് കുറവാണ് വെജിറ്റേറിയൻസിന് B12 സോഴ്സ്.
കുറവാണ് സർ. നമുക്ക് കൂടുതലും വരാം സാധ്യതയുണ്ട്. ഉണ്ട്. വെജിറ്റേറിയൻസിന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വൈറ്റമിൻ B12 കഴിക്കണം എന്നാണ് പറയുന്നത്. കഴിക്കണം എന്നല്ല, പ്രൂവൺ B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു വെൽബീങ് ഡ്രഗ് അല്ലെങ്കിൽ ഒരു ടോണിക് പോലെ ഹെൽത്തിന് വേണ്ടിയിട്ട് B12നെ കുറിച്ച്, ന്യൂറോ വൈറ്റമിൻസിനെ കുറിച്ച് അല്ല ഇത് തന്നെയാണ് മെയിനായിട്ട് പറയുന്ന ബാക്കിയുള്ള വൈറ്റമിൻസ് പോലെ തന്നെ പ്രൂവൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വൈറ്റമിൻ B12 പ്രൂവൺ ഡെഫിഷ്യൻസി സ്പെസിഫിക് കണ്ടീഷൻ ഇപ്പോൾ പെർനീഷ്യസ് അനീമിയയിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് PPI കഴിക്കുന്നവർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞ ഒരു ഗാസ്ട്രിക് സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് B12 നമ്മൾ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഇഞ്ചക്ഷൻസ് തന്നെ കൊടുക്കാറുണ്ട്, അബ്സോർബ് ചെയ്യില്ല എന്നുള്ളതുകൊണ്ട്. കാരണം ഇൻട്രൻസിക് ഫാക്ടർ എന്നൊരു സാധനത്തിന് ആവശ്യമാണ്. അപ്പോൾ അതില്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യില്ല. പക്ഷേ സാധാരണ ഒരു മനുഷ്യന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വെജിറ്റബിൾസിലും ഇതിലൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ട് എന്നാണ്. ഇതിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കുറവാണ്, വളരെ ചെറിയ എമൗണ്ട് മതി. അത് സാധാരണ ഫുഡിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഇങ്ങനത്തെ ചില പ്രത്യേക കണ്ടീഷനിലല്ലാതെ B12 ആവശ്യമില്ല. പിന്നെ അതിന് നെർവിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടെന്ന് അപ്പോൾ അതുപോലെ B1 B6 B12 ഇതാണ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ പെരിഫറൽ ന്യൂറോപ്പതിക്ക് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ട് അതിന്? ഇത് പ്രൂവൻ ഡെഫിഷ്യൻസി കേസിൽ അതൊരു സിംറ്റം ആയിട്ട് വരാം. അപ്പൊ ഇത് ക്ലിയർ ചെയ്യുമ്പോൾ അത് സിംറ്റം ക്ലിയർ. പക്ഷെ നമുക്കിവിടെ പെരിഫറൽ ന്യൂറൈറ്റിസ് വരുന്നതിന് വേറെ കാരണങ്ങൾ. ഒന്ന് പ്രമേഹമാണ് പ്രധാനമായിട്ടുള്ള കാരണം ഇവിടെ വരുന്നത്. പിന്നെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് വരും. അതിനത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ വരുന്ന പേഷ്യൻസ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗുളിക ആൾക്കാർ കഴിക്കുന്നത്, ആൾക്കാർ ഒരു ന്യൂറോബയോൺ ഇഞ്ചക്ഷൻ എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇത് ഫാർമസിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട്. അപ്പോൾ ശരിക്കും ഇതൊരു മിസ്യൂസാണ്. അപ്പോൾ ഇപ്പോഴും പല പ്രിസ്ക്രിപ്ഷനിലും നമ്മൾ കാണാം ഈ B1 B6 B12 അതുപോലത്തെ മൾട്ടി വൈറ്റമിൻസ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ വാരിക്കോസ് വെയിൻസ് ഉണ്ടല്ലോ, അതുപോലെ പൈൽസ്, ഇതിനൊക്കെ കൊടുക്കുന്നൊരു മരുന്നുണ്ട് ഡാഫ്ലോൺ എന്ന് പറഞ്ഞിട്ട്. ഇത് വളരെ വൈഡ് പ്രിസ്ക്രിപ്ഷനാണ്. ഒരാളും രോഗിയുടെ അസുഖം എന്താണെന്ന് നോക്കില്ല, മലദ്വാരത്തിൽ വേദനയുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ ഡാഫ്ലോൺ എഴുതി കൊടുക്കും. ഈ ഡാഫ്ലോൺ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒന്ന് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഞാൻ ലിറ്ററേച്ചറൊക്കെ വായിച്ചപ്പോൾ ഇത് ചില സ്റ്റഡീസിൽ ഇത് ഏർലി സിംറ്റംസിന് പറയുന്നതാണ്. ഏർലി സിംറ്റംസിന് ആക്ച്വലി നമുക്ക് മരുന്നൊന്നും വേണ്ട. വാരിക്കോസ് വെയിൻ ഇപ്പോൾ ഒരു ഫ്ലോഡിഡ് വാരിക്കോസ് വെയിൻ ഇതിൻ്റെ ഒരു എഫക്റ്റും ഇല്ല. നേരെ മറിച്ച് ചിലപ്പോൾ ഒരു സബ്ജക്റ്റീവായിട്ട് ചിലപ്പോൾ നീര് കുറയും, ചിലപ്പോൾ വേദന കുറയും എന്നാണ് ഈ സ്റ്റഡീസിൽ മുഴുവൻ കാണുന്നത്. അത് കൂടാതെ അതിൽ ഹിസ്പെറിഡിൻ വേറെ എന്തൊരു മരുന്ന് കൂടി ഉണ്ട് അല്ലേ, ഒരു ഫ്ലാവനോയിഡ് കൂടി ഉണ്ട്. അതിന്റെ രണ്ടും കോമ്പിനേഷൻ ഡ്രഗാണ്. അതും എനിക്ക് തോന്നുന്നു 35-40 രൂപയുണ്ട്. 60 രൂപയോളം വരുന്നൊരു മരുന്നാണ് ഡാഫ്ലോൺ. ഇത് വർഷങ്ങളായിട്ട് കഴിക്കുന്ന വാരിക്കോസ് വെയിനേരും പൈൽസേരും ഉണ്ട്. പക്ഷെ കാര്യമായിട്ട് വളരെ എളി കേസിലല്ലാതെ ഒരിക്കലും ഇത് എഫക്റ്റീവ് അല്ല. അപ്പോൾ ആൾക്കാരുടെ അതാണ് നമ്മൾ പറയുന്നത്, നമുക്ക് ഈ 5000 രൂപ നമ്മൾ ആളോഹരി വരുന്നത് ഇങ്ങനത്തെ മരുന്നുകളിലാണ് പോകുന്നത്. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാലും നമുക്ക് 1500-2000 ആക്കാൻ പറ്റുന്നു എന്ന്.